കരക്കിട്ട മത്സ്യം വെള്ളത്തിൽ പോകാൻ എങ്ങനെ പഠിക്കും? കരക്കെടുക്കുന്ന ഓരോ നിമിഷം മരണത്തിലേക്ക് പോവാണ്. വെള്ളം ഒന്ന് മാത്രമാണ് ജീവന്റെ രക്ഷ. പിന്നെ എന്നുള്ള രീതിയിൽ മീൻ എങ്ങനെ പഠിക്കും? അതുപോലുള്ളൊരു വ്യാകുലത ഈശ്വരങ്ങൾ വേണം. നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല. കുറച്ച് നേരം കിട്ടിയാൽ പിന്നെ മനസ്സ് പോകും. പിന്നെ തിരിച്ച് ശ്രമിക്കണം, പിന്നെയും തിരിച്ച് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ച് 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 ഒരു 5 മിനിറ്റ് കിട്ടിയാലും കലിയുഗത്തിൽ സാക്ഷാത്കാരം. അത്ര ഏകാഗ്രത കിട്ടാൻ വിഷമാണെന്നാണ് പറയുന്നത്. വലിയൊരു സൂപ്പർ മാർക്കറ്റിന് നടുക്കാണ് നമ്മളിരിക്കുന്നത്. ഈ നാനാത്ത ലോകത്തിന് നടുക്ക് നിൽക്കുമ്പോൾ മനസ്സിന് ഏകാഗ്രത കിട്ടാനും അതൊക്കെ കണ്ടു വരാൻ പ്രയാസം ഉണ്ടാകും. പക്ഷെ അത്ര കണ്ട് ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ വൈരാഗ്യം കിട്ടും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണത്തെ ചിലത് ഇവിടുത്തെ കഴിക്കില്ലല്ലോ, മെച്ചപ്പെടുത്താൻ കഴിക്കില്ലല്ലോ, പല്ല് വീണ കഴിക്കില്ല. അത് അപകടമാണോ വിഷമാണോ അറിയും. അലർജിയുള്ള ഒരാൾ, പണ്ടിപ്പെരുപ്പിൻ്റെ അലർജിയുള്ള കുഞ്ഞിനെ അവരെപ്പോഴും മരുന്നിങ്ങനെ കൊണ്ടുപോകണം, പരമാവധി കഴിക്കില്ല. അറിയാതെ വന്നു പോയാലുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ കുത്തിവയ്ക്കാം. ഇപ്പോൾ 1000 പേരൊക്കെ പിക്കനിക്കിന് പോകുന്നതാണ് നമ്മുടെ കോളേജിൽ നിന്ന്. അതിൽ 10 പേർക്കോ 5 പേർക്കോ അലർജി ഉണ്ടെങ്കിൽ അവരാ ഭക്ഷണം കഴിക്കില്ല. അപ്പം നമ്മൾ തന്നെ 500 പേരുള്ള വെച്ചാണ് യാത്ര ചെയ്യുന്നത്. യാത്രയ്ക്ക് പോകുമ്പോൾ വഴി വെച്ച് ഭക്ഷണം വിളമ്പും. യൂറോപ്പിലായാലും അമേരിക്കയിലും ഇന്ത്യയിലും അവർക്ക് ഏതൊക്കെ ആർക്കാണ് ഏതൊക്കെ സൈസാർക്ക് എന്തൊക്കെ അലർജി ഉള്ളത്. ചിലർക്ക് അണ്ടിപ്പരിപ്പിൻ്റെ അലർജി, ചിലർ ഗോതമ്പിൻ്റെ അലർജി. നമ്മൾ ആഹാരം വേറെ വെച്ചിട്ട് ഞാൻ ഗ്രൂപ്പിലുള്ളൊരു വിളിച്ച് ചോദിക്കും, ആർക്കൊക്കെ അസിഡിറ്റി ഉണ്ട്, അൾസറുണ്ട്, ആസ്മ ഉണ്ട്, അലർജി ഉണ്ട്, പിന്നെ ഒരു ജോക്ക് കൂടി അരവട്ടുണ്ട്. അസിഡിറ്റി, ആസ്മ, അലർജി, അരവട്ടെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കും. എന്നിട്ട് കൈബക്ക് അങ്ങനെയുള്ളവരെന്ന് പറയും. ഇപ്പം എല്ലാവരും കൂടെ ചിരിക്കും. അപ്പോൾ അവർ കൈവെക്കും. അവർക്ക് വേറെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് ലഞ്ചിൽ കഷ്ടമായിട്ട് ശ്വാസം വിട്ട് വന്ന് ചിലപ്പോൾ ആ സമയത്ത് ഒത്തുവെച്ചിട്ട് ആൾ തന്നെ മരിച്ചു പോകും. ഉടനെ IC കൊണ്ട് അഡ്മിറ്റാണ്. അവർക്ക് വേറെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട്. അല്ലെങ്കിൽ അവർ കഴിക്കുകയില്ല ഭക്ഷണം. പക്ഷെ അപ്പം അവർക്കറിയാമല്ലോ ഇത്ര ആ ലക്ഷ്യം തനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം വരുമ്പം അതിനകത്ത് വിടുന്നില്ല. ഇതുപോലെ ഈശ്വരങ്ങൾ കൊണ്ടാണ്. കരക്കിട്ട മത്സ്യം വെള്ളത്തിൽ പോകാൻ എങ്ങനെ പഠിക്കും? കരക്കെടുക്കുന്ന ഓരോ നിമിഷം മരണത്തിലേക്ക് പോവാണ്. വെള്ളം ഒന്ന് മാത്രമാണ് ജീവന്റെ രക്ഷ. പിന്നെ എന്നുള്ള രീതിയിൽ മീൻ എങ്ങനെ പഠിക്കും? അതുപോലുള്ളൊരു വ്യാകുലത ഈശ്വരങ്ങൾ വേണം. പ്രത്യേക കൈ പൊള്ളി വേഗം കൊണ്ട് ഐസുവെള്ളം ഒഴിക്കും. ഉടനെ തന്നെ എന്തെങ്കിലും മരുന്ന് പെട്ടാൻ നോക്കുന്നത്. ദൈവം ഒരു പാവം ഈശ്വരങ്ങൾ ഉണ്ടാകണമെന്ന്. ആധ്യാത്മികയുടെ കാര്യം സാധനം അങ്ങനെ ആയിരിക്കണം. വ്യാകുലത ജീവിതം കൊണ്ടാണ് ആത്മലാഭമാണ്. ഇപ്പോഴും നമ്മൾ സമ്പാദ്യം കുറച്ച് പൈസ സൂക്ഷിക്കുന്നത് പോലെ കുറച്ച് നേരം ധ്യാനിക്കുക, അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ ഏകാഗ്രത കിട്ടാൻ ശ്രമിച്ച തുടക്കത്തിൽ തന്നെ കിട്ടിയെന്ന് വരികയില്ല. ഉണ്ണാന് ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇത് തോൽവിയല്ല, വിജയത്തിലേക്കുള്ള യഥാർത്ഥ പാതയാണ്. ഇത് പറയുമ്പം ഒരു സംഭവം അവർക്കാണ്. ഒളിമ്പിക്സിലെ അവസാന മത്സരമാണല്ലോ മാരത്തോൺ. അപ്പം അതിൽ എല്ലാവരും കൂടി ഓടുകയാണ്. ഓടുന്ന ഓട്ടത്തിൽ ഒരാൾ മറിഞ്ഞു വീണ് പുള്ളിയുടെ കൈകാലൊക്കെ ഒടിഞ്ഞ് തല പൊട്ടി ചോര ഒലിക്കാനുണ്ട്. മറ്റവരൊക്കെ ഓടി, പലരും ഫസ്റ്റും സെക്കൻഡ് തേർഡും ഒക്കെ മേടിക്കുന്നവർ ഓടി എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞ് അവിടുന്ന് പയ്യനെ എഴുന്നേറ്റിട്ട് തീരെ അനങ്ങാം. എന്നിട്ടും പുള്ളി ഓടിയും ശ്രമിച്ച് വെച്ച് അവിടെ എത്തി. പത്രക്കാരനെ നിങ്ങൾ വട്ടോ, നിങ്ങൾക്ക് എന്താ ജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾ തോറ്റു. മറിഞ്ഞു വീണ് ചോര പൊട്ടി കൈയൊടിഞ്ഞിട്ടും നിങ്ങളിങ്ങനെ ഓടാൻ ശ്രമിച്ചിവിടെ എത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ആഫ്രിക്കാനാണ്, എൻ്റെ രാജ്യം എന്നെ അയച്ചത് മത്സരം തുടങ്ങി വയ്ക്കാൻ മാത്രമല്ല, അത് പൂർത്തീകരിക്കാനും കൂടിയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും അദ്ദേഹം പിന്തിരിഞ്ഞില്ല, തളർന്നില്ല. ഇത്രയൊക്കെ അപകടം പറ്റിയിട്ടും അദ്ദേഹം പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുപോലെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും നമുക്ക്. നീ പിന്തിരിയരുത്, അതിലെന്ത് വിജയം തോന്നുന്ന സ്വഭാവമാണ്. നമ്മൾ മുന്നോട്ടെ എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുക്കേണ്ട ഒരു പാഠം. നമ്മൾ സാധന ചെയ്യുമ്പോൾ ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല. നിരന്തര പ്രയത്നം തന്നെ സാധനയായി മാറും. നിരന്തര പ്രയത്നം തന്നെ ധ്യാനമായി മാറും. മന്ത്രജപം പോലുള്ള സാധനങ്ങൾ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ മനസ്സ് മെല്ലെ മെല്ലെ ഏകാഗ്രമാണ്. ആദ്യം നമ്മൾ ചുണ്ടനക്കെ തന്നെ ജപിക്കുന്നത് നല്ലതാണ്, ശ്രദ്ധ കിട്ടാൻ. അങ്ങനെ നമ്മൾ ജപിച്ച് ചുണ്ടനക്കാൻ ജപിച്ച് പിന്നെ മനസ്സുകൊണ്ട് കേൾക്കാൻ കഴിയും. അവസാനം എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ജപം ഹൃദയത്തിൽ തന്നെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും.